എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് എളുപ്പത്തിൽ കുറച്ച് ബീഫ് കറി വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ലതായിട്ട് ബീഫ് കഴുകി എടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് നാരങ്ങ നീര് ഇട്ട് ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഞവടി നല്ല ഫ്ലെയിമിൽ ഒരു ഫിസിൽ കേൾപ്പിച്ച് അതിനുശേഷം ലോ ഫ്ലെയിമിൽ 2 ഫിസിൽ കേൾപ്പിക്കുമ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു കടായി എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് വീട്ടി, നെയ്യ് അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർക്കാൻ കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പില ഇട്ട് കൊച്ചുള്ളി ഇട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനൊരു കുറച്ച് മാത്രമേ സവാള ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം മല്ലിപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി മിക്സും കൂടെയാണ് കേട്ടോ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വേറെ ഒന്നും പിന്നെ ആഡ് ചെയ്തില്ല. എന്നിട്ട് നമ്മുടെ ഈ വെന്ത ബീഫും കൂടെ ഇട്ടതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ പകുതി ബീഫ് അതിലോട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തിയെടുത്തപ്പോൾ കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ ഒരല്പം നാരങ്ങ നീരും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും.